വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അധികമാരുമില്ല, എന്നാലും ഇനിയൊരു സീനിയോട് ഉണ്ടാക്കുന്നത് നല്ലതിനാവില്ല. പ്രണവാണെങ്കിൽ ദാസന്റെ ചൂടുനോട്ടത്തിലും മുത്തച്ഛന്റെ ചോദ്യത്തിലും നെർവസായിരുന്നു. ഇതേപോലൊരു സ്ഥലത്തേക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവളെയും കൂട്ടി ഓടിപ്പാഞ്ഞെത്തുമ്പോ മറ്റുള്ളവർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നോ, ഇവളെ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നോ ഓർക്കാത്തെന്താ ഇത്രയും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും. ആ കടുത്ത സ്വരത്തിൽ മൂവരും ഒരുപോലെ പരിഭ്രമിച്ചു പോയിരുന്നു. കഴിഞ്ഞുപോയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ തളർന്നു നിൽക്കുകയാണ്. ഇതിനൊന്നും മറുപടി പറയാൻ പോയിട്ട് അധികം ഇനി നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത പോലെയാണ്. വജ്രയുടെ അവസ്ഥ മനസ്സിലാക്കി പ്രണാവുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ച് റിലാക്സ് എന്ന് പറയാതെ പറഞ്ഞു. മുത്തശ്ശന്റെ കണ്ണിൽ ഒരിക്കൽ കൂടി ആനന്ദം പകർന്നിരുന്നു ആ കാഴ്ച. അയാളുടെ രൂക്ഷഭാവം അയഞ്ഞു. പക്ഷേ വജ്രയുടെ കണ്ണുകളിലെ തളർച്ച, കരഞ്ഞെന്ന് പോലെയുള്ള ചോപ്പ്, അതിനാണ് ഉത്തരം കിട്ടാത്തത്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ തളർച്ച? സോറി മുത്തച്ഛ, എബി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഓടി വന്നപ്പോൾ കൂടെ അവരും പെട്ടെന്നൊന്നും ആലോചിച്ചില്ല. മറുപടി പറഞ്ഞ ബഷീറാണ്. വജ്രയും പ്രണവും പരസ്പരം നോക്കി ശ്വാസവും നേരെ വിട്ടു. മുത്തച്ഛൻ്റെ മുഖത്ത് ഇപ്പോൾ ആ രൂക്ഷഭാവമില്ല, പക്ഷെ തൃപ്തിയില്ല. നിന്റെ കണ്ണ മുഖം കണ്ടിട്ട് ബഷീറിന്റെ ക്ലോസ് ഫ്രണ്ട് നിനക്കും വല്ലാണ്ട് ക്ലോസ് ഫ്രണ്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പരിഹാസം ചാരിച്ച് ദാസം വജ്രയോട് ചോദിച്ച ചോദ്യം കേട്ട് പ്രണവിനെയും ബഷീറിനെയും നോട്ടം കൂർത്തു. വജ്ര അയാളെ ശ്രദ്ധിക്കുന്നതിലെന്ന പോലെ മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. ദാസന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ ആൾക്ക് വേണ്ടി ദേഷ്യം കൊണ്ട് ചുവന്ന പ്രണവിന്റെ മുഖം കണ്ട് മുത്തശ്ശന്റെ ചുണ്ടിൽ ചിരി മിന്നിമായുമ്പോൾ അതിനർത്ഥം ചികഞ്ഞ് ബഷീറിന്റെ കണ്ണുകൾ അദ്ദേഹത്തെ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നു. ദാസ മതി, കാര്യം അറിഞ്ഞില്ലേ? ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രണവ് നോക്കിക്കോളൂ. അവൾക്ക് കൂട്ടായിട്ട് അവനുണ്ടായിരുന്നല്ലോ കൂടെ. എനിക്കത് സമാധാന സന്തോഷവും. വാ, വന്ന് വണ്ടി കയറ്. വജ്ര, നീയും വീട്ടിൽ കയറിയിട്ട് തറവാട്ടിലേക്ക് പോകുന്നുള്ളൂ. കറങ്ങി മറിഞ്ഞ മനസ്സുമായി വജ്ര പ്രണവിനെ നോക്കി. നെടുവീർപ്പോടെ അവനും. മറ്റൊന്നും ചിന്തിക്കണ പോയിക്കോ എന്ന് കണ്ണുകൾ കൊണ്ട് ബഷീറും. പ്രണവ്, വൈകിട്ട് ഞാൻ തറവാട്ടിലേക്ക് വരാം. ജഗന്നാഥ് അപ്പോഴേ എസ്റ്റേറ്റിലും തിരിച്ചെത്തും. ഞാൻ വിളിച്ചിരുന്നു. കാറിലേക്ക് കയറുന്ന നേരം പ്രണവിനെ നോക്കി അദ്ദേഹം പറഞ്ഞു കേട്ട് പ്രണവ് ചെറുചിരിയോടെ തലയാട്ടി. പിൻസീലിലേക്ക് തലയാഴ്ച കണ്ണടച്ചിരിക്കുന്ന അവളെ നോക്കി നിന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. സങ്കടപ്പെടില്ലേ? ഇന്ന് തന്നെ അവനെ കാണാനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം നമുക്ക്. അവിടെ ചെന്ന് ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. അറിയാലോ, ആ ദാസനെങ്കിലൊന്നും വിശ്വസിച്ച മട്ടില്ല. നിന്റെ മേലൊരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. മിക്കവാറും പുള്ളിയും നിന്റെ മുത്തശ്ശനും വൈകിട്ട് അവിടെ തറവാട്ടിലേക്ക് പോകും. അതുവരെ ഒന്ന് ക്ഷമിക്കണം. ഞാനില്ലേ, കരയില്ലേ? ടെക്സ്റ്റ് വായിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് അവൾ ധൃതിയിൽ തിരിഞ്ഞു നോക്കി. നേരിയ ആശ്വാസത്തോടെയുള്ള ചിരി കണ്ട് ഓക്കെ ശരിയാവും, ഞാനുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാതെ പറഞ്ഞ് കൺചിമ്മി കാണിച്ച് നെഞ്ചിൽ ഇടത് കൈ അമർത്തി പുഞ്ചിരിച്ചു പ്രണവ്. മിററിലൂടെ അവർ വീക്ഷിച്ചിരുന്ന മുത്തശ്ശന്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. വജ്ര വേഡ്സ് പ്രണവ്. 4-5 വർഷങ്ങൾക്ക് ശേഷം കൺമുന്നിൽ അങ്ങനെ ഒരു ബോർഡ് കാണുമെന്ന സന്തോഷത്തിലും ആശ്വാസത്തിലും നേരത്തെ തോന്നിയ സംശയങ്ങൾ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അയാൾ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ബഷീറിന്റെ മനസ്സിലെപ്പോഴും പ്രണവിനെയും വജ്രയും ഒന്നിച്ചു കണ്ടിട്ടുള്ള മുത്തശ്ശന്റെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഗ്രഹമല്ലേ ആ കണ്ണുകളിൽ അപ്പോൾ കണ്ട തിളക്കത്തിന് ആധാരം. സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു കെട്ടഴിയുമ്പോൾ മറ്റൊന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്റെ പടച്ചോനെ. ദീർഘശ്വാസമെടുത്ത് ബൈക്കിനരികിലേക്ക് നടക്കുന്ന നേരം തോളിൽ പ്രണവിന്റെ കയ്യമറന്നു. എബിക്ക് എന്തെങ്കിലും ചെറിയ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടെന്ന് കണ്ടാ പിന്നെ വക്കാലത്ത് നിൽക്കരുത് നീ. വജ്ര എബിൻ മാത്യൂസിനൊന്നും കാണാൻ പോലും കിട്ടില്ല. പിന്നെ ഇതെന്റെ ഉറച്ച വാക്കാ. ബഷീർക്ക് മനസ്സിലായോ? അവന്റെ ഉറച്ച വാക്കുകൾ കേട്ട് കീ ഹോൾഡറിലിടുന്നതിനിടെ ഞെട്ടിയെന്ന പോലെ ബഷീർ പ്രണവിനെ തിരിഞ്ഞു നോക്കി. എടാ എബി, അവനിതിൽ പെട്ടുപോയതാണെന്ന് ഊഹിച്ചൂടെ നിനക്ക്? അവൻ അങ്ങനത്തവനാണോ? നീ എന്ത് വർത്താനായി പറയുന്ന പ്രണവ്? അവൻ മിണ്ടരുത്. എനിക്ക് അവൻ അറിയണം, എനിക്ക് ബോധ്യപ്പെടണം. അതിന് കോളേജിൽ വെച്ചിട്ട് സഹായം കൂടി എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ കുറച്ച് ശത്രുക്കളുണ്ട്. നീ ഞാൻ പറയുന്നിടത്തേക്ക് വണ്ടി എടുക്ക്. ഈവനിങ് ആകുമ്പോഴേക്കും എനിക്കിതിലൊരു വ്യക്തത കിട്ടും. ഡാ, ബഷീർ നെറ്റിയിലൊന്നടിച്ച് പല്ലെറിമി വിളിച്ച് കേട്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ബോയ്സ് ഹോസ്റ്റൽ. അത്രയും പറഞ്ഞവൻ ബൈക്ക് എടുത്തു. പടച്ചോനെ, ഇന്നിനി എന്തൊക്കെ കാണേണ്ടി വരുമാവോ? ക്ഷേത്രകുളത്തിനപ്പുറം ഒരു ഊടുവഴിയുണ്ട്. പകുതി വരെ മതിലിൽ പുറത്തേക്ക് കുന്തി നിൽക്കുന്ന ചെത്തുകല്ലുകൾ സ്റ്റെപ്പ് പോലെ ഇടയിലിടയിലായി കാണുന്നു. അതിലൊന്നിൽ തല താങ്ങി പിടിച്ചിരിക്കുകയാണ് എബി. 2 മണിക്കൂർ മുന്നെയാണ് പ്രണവിന്റെ കോള് വന്നത്. വജ്രയെ കാണണമെന്ന് പറഞ്ഞ് ഉച്ചതൊട്ട് പ്രണവിന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു എബി. ആളുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നേരിട്ട് വിളിക്കാൻ പറ്റില്ല. ആളും ബാളും ഒന്ന് ഒതുങ്ങി. പപ്പയുടെ കൂട്ടുകാരും പ്രദേശമൊക്കെ തന്നെ ചതിച്ചവനെ കണ്ടുപിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. CCTVയിൽ പതിഞ്ഞവന്റെ രൂപം പോലീസുകാരെ സ്വാധീനിച്ച് വക്കീൽ കൈക്കലാക്കിയിരുന്നു. ഈ നേരം കൊണ്ട് തന്നെ എളുപ്പമല്ല കണ്ടെത്തൽ. എങ്കിലും എല്ലാ സ്വാധീനം ഉപയോഗിച്ച് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇളയപ്പന്മാര്. പ്രണവിന് പോലീസ് ക്ലബിൽ വെച്ച് കണ്ടപ്പോഴുള്ള ദേഷ്യമൊക്കെ പോയ പോലെ. ഫോണിലൂടെ കേട്ട വാക്കുകളിൽ തന്റെ നിസ്സഹായത തിരിച്ചറിഞ്ഞ സൗമ്യഭാവമായിരുന്നു. പെട്ടെന്ന് അവനെന്ത് പറ്റിയെന്നറിയില്ല. ഇനിയിപ്പോ ചതി എന്തെങ്കിലും?
ഓരോന്നാലോചിച്ച് വജ്രയെ കാണാനുള്ള പരവേശവും ആളുകൾ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന കാണുമെന്ന ടെൻഷനും കൊണ്ട് നെറ്റിയിൽ വിരലരസി ഫോണിലേക്ക് ഒന്നുകൂടി നോക്കി. വൈകുന്നേരം ക്ഷേത്രം തുറക്കാൻ സമയമായിട്ടില്ല. എങ്കിലും ഇനി അരമണിക്കൂറുകൾ മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. സെമിത്തേരിക്കടുത്ത് നിൽക്കാനാണ് ആദ്യം കരുതിയത്. പക്ഷെ അവിടെ പുതിയ കെട്ടിടം പണി നടക്കുന്നതുകൊണ്ട് ആളുകൾ ഒരുപാടുണ്ട്. തേവക്കൽ മാത്യൂസിന്റെ മകനെ അറിയുന്നവരാരും താനൊരു കുറ്റവും ചെയ്തില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുമെങ്കിലും അങ്ങനെയില്ലാത്ത നാട്ടുകാരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ വജ്രയോടത്ത് തന്നെ കാണുന്ന നിമിഷം ആൾക്ക് നേരെയും വിഷം തുപ്പും പല നികൃഷ്ട ജന്മങ്ങളും. അങ്ങനെയുള്ള രംഗങ്ങൾക്ക് ഇടകൊടുക്കാൻ പറ്റില്ല. ആൾക്ക് നേരെ ഒരുത്തന്റെയും നാവ് പൊങ്ങുന്ന സഹിക്കില്ല. സമയം നഷ്ടപ്പെട്ട് പിന്നെ എന്തൊക്കെ താൻ ചെയ്തു കൂട്ടുമെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ടാണ് തൽക്കാലം ആളൊഴിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ച്. നെടുവീർപ്പോടെ പ്രണവിനൊരിക്കൽ കൂടി കോൾ ചെയ്യാൻ തുടങ്ങും മുമ്പേ തോളിലൊരു കരസ്പർശം അറിഞ്ഞു ജെനി. സംശയത്തോടെ അവൻ എഴുന്നേറ്റ് നിന്നു. ആളുടെ മുഖത്ത് ആശങ്കയാണ്, പരിഭ്രമമാണ്. പ്രതീക്ഷിക്കാതെ അവളുടെ കണ്ടയുള്ള തന്നെ ഞെട്ടലിനേക്കാളും ടെൻഷനേക്കാളും കൂടുതൽ ആ മുഖത്താണ് വേവലാതിയും വെപ്രാളവും ഒക്കെ. ജെനി, എടി നീ എന്താ ഇവിടെ? എപ്പത്തി ബാംഗ്ലൂരിൽ നിന്ന്? അവന്റെ മുഖത്ത് ആകുലതയും തന്റെ ഭാവങ്ങൾ അളന്നുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന സംശയവും കണ്ട് ഉള്ളിൽ നിറഞ്ഞേൽക്കുന്ന സർവത്ര ഭയവും പരിഭ്രാന്തിയും മറച്ചുവെക്കാതെ ജെനി അവന്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി. അവൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന കൈയിലേക്കും ആളുടെ മുഖത്തേക്കും കാര്യമെന്തെന്നറിയാത്ത ആശങ്കയോടെ നോക്കി. എബി, നീ എങ്ങനെ ആ ഗ്യാങ്ങിന്റെ കേസിൽ പെട്ടു? അവര് നിസ്സാരക്കാരല്ലടാ. വിറയലോടെ പറഞ്ഞ ജെനിയെ വല്ലാത്തൊരു ഞെട്ടലോടെ നോക്കിയ ബി സെക്കൻഡുകൾക്കുള്ളിൽ വെപ്രാളപ്പെട്ട അവളുടെ കൈത്തണ്ടിൽ പിടിച്ചു. നിനക്കറിയോ അവരെ കുറിച്ച്? തന്റെ ലക്ഷ്യത്തിലേക്കുള്ള അവസാന വാതിൽ കണ്ടെത്തി അതിനുമ്പിൽ കിതപ്പോടെ ഓടിയെടുത്ത പ്രതീതിയായിരുന്നു ആ നിമിഷമാണ്. ഉള്ളിലെ സംഘർഷത്തെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ പിടിയുടെ വെച്ച് ചോദ്യത്തിന് ഉത്തരമെന്നോണം മുഖം ചലിപ്പിച്ച് ദയനീയമായ ദൃഷ്ടി മറ്റെവിടേക്കോ പതിച്ചു വെച്ചു. എബിയുടെ ചിന്തകൾ കറങ്ങി മറിഞ്ഞു തുടങ്ങി. വജ്ര വരാറായിരിക്കുന്നു. അതിനുമുമ്പ് ജെനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടേ മതിയാവൂ. എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ജെനി, സമയം പാഴാക്കാനില്ലെന്ന പോലെയുള്ള ആ വിളിയേട്ട് വിയർപ്പൊടിഞ്ഞ മുഖം രണ്ട് കൈ കൊണ്ട് അമർത്തി തുടച്ച് അവൾ അവൻ അഭിമുഖമായി നിന്നു. 3-4 ദിവസമായിട്ട് അമ്മാമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. സെം ബ്രേക്ക് ആയതുകൊണ്ട് വരാനിരുന്ന് തന്നെയാ. പെണ്ണാളെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി നിന്നാ. പിന്നെ നിർബന്ധം സഹിക്കുകയെന്ന് രാവിലെ ഫ്ലൈറ്റിനിങ് എത്തി. അപ്പോഴാണ് നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ഷോക്കായി പോയി. ബി അവന്റെ കൈ പിടിച്ച് അതീവ ഭയത്തോടെ പറഞ്ഞ അവളെ നോക്കി ആ കയ്യിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചു. ആ ഗ്യാങ്ങിനെ കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയിൽ മനസ്സ് മുറുകുന്നുണ്ട്. സമയം അധികമില്ലതിന് മുമ്പിൽ അവന്റെ ക്ഷമ നശിച്ചുപോയിരുന്നു. എടീ, നിനക്കെങ്ങനെ അവരെ കുറിച്ച് അറിയാന്ന് പറ. ശബ്ദത്തിൽ അങ്ങേയറ്റത്തെ അക്ഷമയാണ്. അവളും ദീർഘശ്വാസം എടുത്തു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അംബരീഷ്, അവന് കൊന്നാടാ ഇവര്. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്ന് പോയവൾ 3-4 സെക്കൻഡ് എടുത്ത് എബിക്ക് പരിസരബോധം വരാൻ. കേട്ട വാർത്തയിൽ ഭയമല്ല തോന്നിയത്, ഞെട്ടലാണ്, അവിശ്വസനീയതയാണ്. ജെനി ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുടെ ചങ്കുപൊട്ടി പോലെയുള്ള കരച്ചിൽ കണ്ടവൻ ഹൃദയഭാരത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജെനി, എടി റിലാക്സ്. പതിയെ പുറത്തട്ടി കൊടുക്കുമ്പോഴും തേങ്ങനടക്കാൻ കഴിയാതെ വിതുമ്പുന്ന അവളെ കണ്ട് ആകെ വല്ലാതായി. അവിടെ കോളേജിലെ വലിയൊരു വിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളും ഡ്രഗ്സിന് അടിമകളായിരുന്നു. എബി അവർക്ക് ആ ലഹരി സപ്ലൈ ചെയ്യുന്ന ഷേണായി എന്നൊരു ക്രിമിനൽ തലവനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നു. ഞങ്ങളുടെ സീനിയറായ കിഷനാണ് കോളേജിൽ അവരുടെ സഹായി. കിഷനെതിരെ ഈ ഗ്രൂപ്പിനെതിരെ കോളേജിലും പൊതുസ്ഥലത്തൊക്കെ സമരങ്ങൾ നടത്താനും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വീഡിയോ അടക്കമുള്ള തെളിവ് സംഘടിപ്പിക്കാനും വിശ്രമമില്ല ഓടി നടന്ന അംബരീഷ. അവന്റെ പേര് പറയുമ്പോഴേക്കും ഇടറിപ്പോയിരുന്ന ജെനിയുടെ ശബ്ദം എബിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. തനിക്കറിയുന്ന ജെനി വളരെ ബോൾഡാണ്, കണ്ണീരൊളിപ്പിക്കാൻ ആരെക്കാളും സമർത്ഥ. അവളാണ് ഇന്നിങ്ങനെ. അംബരീഷ് അവൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നെന്ന് ഉറപ്പിക്കാൻ ആ കണ്ണീരല്ലാതെ ഇനിയൊരു അക്ഷരം പോലും ആവശ്യമില്ല. ജെനി ഡി, എന്നിട്ട് എന്താടി ഉണ്ടായേ? കണ്ണീര് തുടച്ചു കൊടുത്തുകൊണ്ട് ആളുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് എബി അവൾ അലിവോടെ നോക്കി. അംബരീഷ് കൊല്ലപ്പെട്ടതിന്റെ കാരണം തിരയേണ്ട ആവശ്യമില്ല, ഊഹിക്കാവുന്നേ ഉള്ളൂ. അവനവർക്ക് ആശ കൊടുത്ത് വരുതിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നോട് എല്ലാം വന്ന് പറയും. ഒന്നിനെയും പിറകെ പോരുന്ന തുടക്കം മുതൽ ഞാൻ കാല് പിടിക്കുമ്പോൾ പറഞ്ഞിരുന്ന കേട്ടില്ലടാ. അവൻ അവരുടെ ഭീഷണി വകവെക്കാതെ നിയമത്തെ വിശ്വസിച്ച് ഉദ്യോഗസ്ഥർ നൽകിയ ധൈര്യം കൂട്ടിപ്പിടിച്ച് അവർക്കെതിരെ സാക്ഷി വരാൻ പോകുന്നതിന്റെ തലേ ദിവസം കൃത്യമായി പറഞ്ഞ 3 ആഴ്ച മുമ്പ് അവനെ ആരോ വണ്ടിയിടിപ്പിച്ച്. ബാക്കി പറയാനാവാതെ ശബ്ദം മടക്കി പിടിച്ച ശ്വാസം മുട്ടും പോലെ അവൾ കരഞ്ഞുകൊണ്ട് എബിയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അവളുടെ അവസ്ഥയിൽ വല്ലാത്തൊരു നോവോടെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ പതിയെ പുറന്തട്ടി കൊടുത്തു. പിന്നെയും സുഹൃത്ത് മാത്രമായിരുന്നില്ല എബി എനിക്കവൻ. എന്റെ മെന്റർ, ഗൈഡ്, എല്ലാത്തിനും പുറമെ സഹോദരനും കൂടിയായിരുന്നു. ഷേണായി എന്ന ക്രിമിനലാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന ബായ്. മീഡിയയിലൂടെ ആ പേര് കേട്ടപ്പോൾ ആ പാസ്റ്റഡ് കിഷോർ ക്യാമ്പസിൽ വെച്ച് ഒളിഞ്ഞു നിൽക്കൽ ഫോണിലൂടെ വിളിച്ചിരുന്നു. പേടിയോടെ ഞാൻ ഓർത്തെടുത്ത് എൻ്റെ അപ്പി പറഞ്ഞ് കേട്ടറിയുണ്ട് എനിക്ക്. അയാളൊരു മൃഗമാണ് എബി, ചോര കണ്ട് അറപ്പ് തീർന്ന ചെകുത്ത. അവനിൽ നടന്നു മാറി ഭയത്തോടെ പറഞ്ഞ അവളെ നോക്കി നെടുവീർപ്പോടെ അവിടെ കവിളിൽ പതിയൊന്ന് തട്ടി. അറിയാൻ ജെനി, കുറച്ച് മണിക്കൂറിൽ ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞാണ് അവനെ പറ്റി. പക്ഷേ ഏത് ചെകുത്താനായാലും എനിക്ക് നേരിട്ടേ പറ്റൂ. എൻ്റെ ലൈഫ് ചോദിച്ചിനായി കിടക്കുമ്പോൾ പേടിച്ചു മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല.
ഒറ്റക്കല്ലടി ഞാൻ. എന്തിനും ഏതിനും പോകുന്ന ആൾക്കാർ എനിക്കും ഉണ്ട്. അതിന്റെ മറുപടി അവളെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ചെയ്ത്. എബി, നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവർ സഹായിച്ച ആ കിഷോർ കേരളത്തിലേക്ക് കടന്നെന്ന് കോളേജിൽ വെച്ച് ഞാൻ അറിഞ്ഞു. അവനാണ് ഇവിടെ ആ ഗ്യാങ്ങിന്റെ കണ്ണീന്ന് എനിക്ക് ഉറപ്പുണ്ട്. അബി ഒരിക്കലും അത് സൂചിപ്പിച്ചിരുന്നു. തെളിവുകൾ കളക്ട് ചെയ്ത സമയത്താണല്ലോ അവനെ അവര് ഇടർച്ചയോടെ പറഞ്ഞ് രണ്ടു കൈയും തലക്കൊടുത്തവൾ സൈഡിലേക്കുള്ള കല്ലിലേക്കിരുന്നു. എബിയാണെങ്കിൽ അവൾ പറഞ്ഞ കാര്യങ്ങളിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന മനസ്സിനെ കുലുക്കി വിളിക്കും പോലെ നെറ്റിയിൽ വിരലുരസി ആലോചനയിൽ നിന്നുപോയൊരു നിമിഷം ഓർത്തെടുത്ത പോലെ സ്പീഡിൽ അവൾക്കരിയിലേക്ക് ധൃതിയിൽ ചെന്ന് കൈമുട്ടിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. ജെനി, ഈ കിഷോറിന്റെ ഇവിടുത്തെ വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്കറിയോ? എന്തെങ്കിലും? കരഞ്ഞിളങ്ങിയ കണ്ണു തുടച്ച് വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു ഇത്തിരി നേരത്തേക്ക് അവളും. നെറ്റി വിളിഞ്ഞു. അവനൊരു ഉത്തരം കൊടുക്കാൻ ഓർമ്മയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് ആലോചിച്ചു. അവന് ഇവിടെ ഏതോ സങ്കേതമൊക്കെ ഉണ്ടടി. ഏതോ കരിക്കാട്ടുകാടോ മേടോ അങ്ങനെയും തോന്നുന്നു. കൂടെ നടക്കുന്ന വീട് വായനൊരുത്തൻ അന്ന് അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്ന കാതിൽപ്പെട്ടിരുന്നു. നിന്റെ നാട്ടിൽ നിന്ന് കുറേയേറെ ദൂരമുണ്ട്. മിക്കവാറും ഇവന്റെ കൊള്ളരുതായ്മകൾക്കൊക്കെ സാക്ഷി ആ സ്ഥലമായിരിക്കും. തൽക്കാലം ഇവിടുത്തെ അവന്റെ കളിക്കൊരു അവസാനം കാണണ്ടേ? എന്നിട്ട് വേണം നാട്ടിലോട്ട് ഇതിന്റെ ഒരു റിബൺ കേരള പോലീസിന് എറിഞ്ഞു കൊടുക്കാൻ. ലൈബ്രറിയിൽ വെച്ചൊരിക്കൽ അടക്കം പറഞ്ഞ ഓർമ്മ വന്നു കണ്ണുവിടച്ചുകൊണ്ട് മുഖമുയർത്തി എബിയെ നോക്കി. അംബരീഷ് പറഞ്ഞ അവന്റെ കാതിലേക്കും പകരുമ്പോൾ ഇനിയുള്ള എബിയുടെ തീരുമാനങ്ങൾ എന്താകുമെന്നോർത്തുള്ള ഭയം നന്നേ ഉണ്ടായിരുന്നു ജനിക്ക്. എബി, നീ എങ്ങനെ ഇതില്? എനിക്കതാ മനസ്സിലാവാത്തത്. ഒന്നിനും മടിക്കാത്ത വർഗാണ്ട. ജാമ്യം കിട്ടിയെന്ന് കേട്ടത് ഇതൊക്കെ ഒന്ന് പറയുന്നതിന്റെ വീട്ടിലേക്ക് ഓടി വരാൻ ഇറങ്ങിയ ഞാൻ അമ്മാമ്മയുടെ കണ്ണുവെട്ടിച്ച് ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റി. നീ ഇങ്ങോട്ട് തിരിഞ്ഞുണ്ടപ്പോൾ പുറകെ ഞാൻ എൻ്റെ അബിക്ക് പറ്റിയ പോലെ. നോ, വേണ്ട വേണ്ട അബി, അവരായിട്ട് ഒന്നിനും പോകണ്ടടാ. പോലീസുകാരെ തിരയട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ. അങ്കിളിനെ ആൻറ്റിയും കരുതി. പ്ലീസ് എബി, അവർക്കിടയിലേക്ക് പോവരുത്. വജ്ര, അവൾക്ക് താങ്ങാനാവില്ല. അവളെ മറന്നൊന്നും ചെയ്യലേടാ. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ തല രണ്ട് കൈ കൊണ്ടും താങ്ങി അതിലേക്ക് ചാഞ്ഞ ജനിയെ നിറഞ്ഞ സ്നേഹത്തോടെയാണ് എബി നോക്കിയത്. തന്നോടുള്ള സൗഹൃദത്തെ അവൾ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അംബരീഷിനോടുള്ള അതേ സ്നേഹമാണ് ആ കണ്ണുകളിൽ ഇപ്പോൾ. പതിയെ ചെന്ന് ആ നിറയിൽ തലോടി കുഞ്ഞു പെങ്ങളെന്ന പോലെ. പെട്ടുപോയതടി ഞാൻ. ഇന്നലെ ആ നേരത്ത് സംഭവിച്ചെല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ നേരത്തെ ജെനി പറഞ്ഞ കിഷോറിന്റെ രഹസ്യ സംഗീതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ അവനുണ്ടായിരുന്നു. കുറച്ചു ദൂരെയാണത്. പപ്പയുടെ മൂത്ത ചേട്ടന്റെ ഭാര്യ വീട് ആ നാട്ടിലാണ്. പലതവണ ആ കാടിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ പോയിരിക്കുന്നു. അറിഞ്ഞ വിവരങ്ങൾ പപ്പയെ ഇളയപ്പന്മാരെ എത്രയും വേഗം അറിയിക്കണം. കഥയുടെ വഴിത്തിരിവ് ഇനി ഇവിടെ വെച്ചാണെങ്കിലോ ചിലപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തെളിവ് കൺമുമ്പിൽ വന്നെന്നും വരാം. നിന്റെ അംബരീഷ് തുടങ്ങി വെച്ച് പൂർത്തിയാക്കാനുള്ള നിയോഗം എനിക്കാണ് ജെനി. അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്ന് ഇപ്പൊ നിന്നേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവനുവേണ്ടി ഇപ്പൊ നീ ചങ്കുപൊട്ടിക്കരഞ്ഞ കരച്ചില് ഈ ജന്മന്റെ കണ്ണീന്നുമായില്ല. നിന്നെ ആശ്വസിപ്പിക്കാതെ ആദ്യം കിഷോറിനെ കുറിച്ച് ചോദിച്ചു പോയത് ആ നേരത്തെ മാനസികാവസ്ഥ, അത് എനിക്കാകെ വട്ടുപിടിച്ച പോലെ ആയിപ്പോയിരുന്നടി. നീ പറഞ്ഞു പൂർത്തിയാക്കാതെ അവളുടെ കവിളിൽ കൈവെള്ള ചേർത്ത് വെച്ച് പതിയെ ഒന്ന് തട്ടി. ജെനി കണ്ണീരിനിടയിലും അരുതെന്ന് തലയാലിപ്പിച്ചു. എനിക്ക് മനസ്സിലാവും എബി. ഒരിക്കൽ കൂടി അവന്റെ ഇരുകൈകൾ അവൾ കൂട്ടിപ്പിടിച്ചു. അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം അവിടുത്തെ പോലീസുകാരിൽ ചിലരെന്നെ നശിപ്പിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ആരോടൊന്നും പറയാൻ പറ്റാതെ പേടിച്ച് ഞാൻ. ആളൊന്ന് വിതുമ്പി. അവൻ കണ്ണുയർത്തി ആ കണ്ണുനീര് തുടച്ചു. ധൈര്യമായി ഞാനുണ്ടെന്ന് പറയും പോലെ. അമ്മാമ അമ്മിനും വില്ലിനും അടുക്കാതെയായപ്പോൾ സെംബ്രേക്ക് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അവിടെ നിന്നാലും ഭ്രാന്ത് പിടിക്കാൻ തോന്നി. അമരീഷിൻ്റെ ഫോട്ടോ പതിച്ച ചുവരുകളും പ്ലക്കാർഡുകളും കാണുന്ന ഓരോ നിമിഷവും ഡിപ്രഷനിലേക്ക് പോയി പോകുമെന്ന ഭയം വന്നുകൂടി. പിന്നെ ഒന്നും ഓർക്കാതെ ഓടിപ്പോന്നു ഞാൻ. പെണ്ണുകാണിൽ നിന്നോടുക്കാനൊന്ന് വയ്യ എനിക്ക്. എൻ്റെ അവസ്ഥ അവരോടൊന്നും പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ പറ്റില്ല. കുറച്ചു കാലത്തേക്കിനെ ഒന്നിനെ ശല്യം ചെയ്തിരുന്നു. പട്ടിണി ഇറന്നിട്ടാലും സമ്മതിപ്പിക്കണമെന്ന് കരുതി തന്നെ വന്ന എബി. എവിടെ എത്തിയപ്പോൾ കേട്ടതോ നിന്നെ അവര്. അത്ര നാൾ അനുഭവിച്ച മാനസിക സംഘർഷം എബിയുടെ കൂട്ടിപ്പിടിച്ച കൈകളിലേക്ക് മുഖം ചേർത്ത് വിതുമ്പി അവളെ നെറുകയിൽ തലകൂടി ആശ്വസിപ്പിക്കുമ്പോൾ അവന്റെ ഉള്ളത് നോവുകൊണ്ട് വലിഞ്ഞു മുറുകി. പക്ഷേ എവിടെ നിന്ന് തുടങ്ങുന്ന യുദ്ധം എന്ന തീരുമാനത്തിലേക്ക് മനസ്സ് വ്യക്തമായി എത്തിച്ചേർന്നിരുന്നു. ആക്രോശിച്ചുകൊണ്ട് ഉയർന്ന ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടി. 19 അടി മുന്നിൽ നിൽക്കുന്ന 3-4 നാട്ടുകാർ, ഒത്തനടക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.